So, welcome back to another session of fluid mechanics. നമ്മൾ സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ പമ്പ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടർബൈൻ ആൻഡ് പമ്പ് രണ്ടിലും നമ്മൾ ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് പ്രകാരം. സോ ആ കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തിട്ട് ആ ടോപ്പിക് നമ്മളൊന്ന് വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് നേരെ സെഷനിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ടർബൈൻ ആൻഡ് പമ്പ് രണ്ടും നമ്മൾ പഠിച്ചു. ഇതിന് രണ്ടും ബാധകമായിട്ടുള്ള കുറച്ച് റിലേഷൻസ് പഠിക്കാണ് നമുക്ക്. ഇത് വെച്ചിട്ട് സാധാരണ രീതിയിൽ പ്രോബ്ലംസ് ചോദിക്കാറ്. ഓക്കെ, ടർബൈനും പമ്പിനും ബാധകമായിട്ടുള്ള കുറച്ച് റിലേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ചിലത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് റിലേഷൻസ് ഉണ്ട്. ഏതൊക്കെയാത്? വേറെ ഒന്നുമില്ല, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ടർബൈനും അതുപോലെ തന്നെ പമ്പിനും രണ്ടിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള റിലേഷൻസ് ആണ് കേട്ടോ. ആപ്ലിക്കബിൾ ടു ബോത്ത് ടർബൈൻ ആൻഡ് പമ്പ്. ഓക്കെ, സോ റിലേഷൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ N/√H ഒരു ടർബൈൻ്റെ കേസിലും ഒരു പമ്പിന്റെ കേസിലും N/√H എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതായത് സ്പീഡിന് എന്താണ് RPM അല്ലെ, RPMന് നമ്മൾ ഹെഡ് വെച്ച് √H വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു പർട്ടിക്കുലർ വാല്യൂ ഇട്ടുള്ളൂ. സോ N/√H ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അതുപോലെ തന്നെ Q/√H എന്ന് പറയുന്നത് പമ്പിന്റെ കേസിലും അതുപോലെ ടർബിന്റെ കേസിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ P/√H അല്ല, P/H⁻³ പമ്പിന്റെ കേസിലും ഒരു ടർബിന്റെ കേസിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, 3 റിലേഷൻ ആയി. N/√H, Q/√H ആൻഡ് P/H⁻³. ഓക്കെ, ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, H/d²N². H ഹെഡ്, D എന്ന് പറഞ്ഞ ഡയമീറ്റർ, എന്ന് പറയുന്നത് എന്താണ്? RPM. ഓക്കെ, അത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ Q/d³N അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ P/d⁵N³ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കാണാൻ പഠിച്ചോളണം കേട്ടോ. ഇത് കാണാൻ പഠിക്കാൻ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർത്തിരിക്കാൻ പറ്റും. ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ അത് എങ്ങനെയെങ്കിലും. ഓക്കെ, ഇവിടെ നോക്കിയേ, നമ്മുടെ ആദ്യത്തെ 3 നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. N/√H, Q/√H, P/H⁻³. ഓക്കെ, അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ബാക്കി ഇവിടെ എന്താണ്? HQP അല്ലെ, HQP. താഴെ ഡിയും എന്നും ആണ് ഉള്ളത്, അതിന്റെ പവർ മാറുവാണ്. H വരുമ്പോൾ പവർ സ്ക്വയർ ആണ് രണ്ടിന്റെ, D² N². Q വരുമ്പോ പവർ എന്താണ്? D³ N. ഡിക്ക് ക്യൂബ് വന്നു അല്ലെ, ഇതൊന്ന് കൂടി, ഇതാ 1 കുറഞ്ഞു. ഓക്കെ, ദെൻ ഇവിടെ മൂന്നാമത്തെ കേസിലാണെങ്കിൽ ഇത് പഠിക്കാൻ എളുപ്പവഴി ഉണ്ട്. എന്താണ്? ഈ പവറും കൂട്ടുക, ഈ പവർ കിട്ടും. 3 2 5. ഈ പവറും കൂട്ടുക, അപ്പൊ ഈ പവർ കിട്ടും. ഓക്കെ, 2 1 3. പഠിക്കാൻ എളുപ്പവഴി പറഞ്ഞ അപ്പൊ ഈ രീതിയിൽ കാണാൻ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് സം റിലേഷൻസ് ബിറ്റ്വീൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ ടർബൈനും പമ്പിനും ആപ്ലിക്കബിൾ ആണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കും. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. ഇനി ഇവിടെ നിന്ന് പറയാനുള്ള മറ്റൊരു കാര്യം, ഇത്തെ 3 ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, N/√H, ഇതിനെ വിളിക്കുന്ന, ഈ ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സ്പീഡ്.
യൂണിറ്റ് സ്പീഡ്. Q/√H ഇതിന്റെ പേരാണ് യൂണിറ്റ് ഡിസ്ചാർജ്, QU. P/H⁻³ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? യൂണിറ്റ് പവർ. യൂണിറ്റ് പവർ. ഓക്കെ, ഇതെന്താ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടർബൈൻ അതിന്റെ RPM, അതിന്റെ സ്പീഡ് എന്നാന്ന് വിചാരിക്കാം, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഹെഡ് H ആന്ന് വിചാരിക്കാം. നമ്മൾ N/√H ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടൂല, ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അറിയാമോ? ഹെഡ് യൂണിറ്റി ആകുമ്പോൾ, ആ ടർബൈൻ റൺ ചെയ്യുന്ന സ്പീഡായിരിക്കും അത്. മനസ്സിലാവുണ്ടോ? ഹെഡ് യൂണിറ്റി ആയിരിക്കും. ഹെഡ് യൂണിറ്റി ആകുമ്പോൾ ആ ടർബൈൻ എന്ത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് NU. സിമിലർലി എന്താണ്? ഹെഡ് യൂണിറ്റി ആകുമ്പോഴുള്ള ഡിസ്ചാർജ് ആണ് എന്ത്? QU. ഹെഡ് യൂണിറ്റി ആകുമ്പോൾ, ഹെഡ് യൂണിറ്റി മീൻസ് 1 മീറ്റർ ആകുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന പവർ ആണ് എന്ത്? PU. ഓക്കെ, അപ്പൊ ഇതിനെ 3 യൂണിറ്റ് ക്വാണ്ടിറ്റീസ് കൂടി വിളിക്കാറുണ്ട്. N/√H, Q/√H, P/H⁻³. അന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇനി ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂണിറ്റ് ക്വാണ്ടിറ്റീസിന്റെ ഉപയോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല ടർബൈനുകളെ അല്ലെങ്കിൽ പല പമ്പുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. കമ്പാരിസൺ പർപ്പസ്, കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, പല ഹെഡിൽ വർക്ക് ചെയ്യുന്ന ടർബൈനുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്നുള്ളത് ഓർത്തിരിക്കുക. അത്രേ ഉള്ളൂ, ആ പോയിന്റ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോ ഇത് എന്തായാലും കാണാൻ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് പഠിക്കേണ്ടത് ഇതാണ്. നെക്സ്റ്റ് നമ്മുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ്. നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിച്ചു കഴിഞ്ഞു, അതിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. അതിലൊരു കാര്യമാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് കർവ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് കർവ് എന്താണ്? ഈ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുണ്ട്. നോക്കിയേ, characteristic curves of a centrifugal pump are defined as those curves which are plotted from the results of number of tests on the centrifugal pump. Centrifugal pump കുറെ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ആ ടെസ്റ്റ് റിസൾട്ടുകൾ ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യുന്ന ഒരു കർവാണ്. ഓക്കെ, അതാണ് എന്ത് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു പമ്പ് എടുക്കും, അതിന്റെ എന്താ പല സ്പീഡിലുള്ള ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും, പല സ്പീഡിലുള്ള ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യും, പല സ്പീഡിലുള്ള പവർ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓരോരോ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഫിക്സ് ആക്കി, സ്പീഡ് ഫിക്സ് ആക്കി വെച്ചിട്ട് ഡിസ്ചാർജ്, പവർ മറ്റേത് കാണും. അതിനുശേഷം അടുത്ത സ്പീഡ് ഇട്ടിട്ട് വീണ്ടും എല്ലാ ക്വാണ്ടിറ്റീസും കാണും, എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കും. ഇതിനാണ്, ഈ പ്രോസസ്സിനാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ടെസ്റ്റിംഗ് വഴി കിട്ടുന്ന കുറെ ഡാറ്റ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന കർവുകളാണ് ക്യാരക്ടറിസ്റ്റിക് കർവ്. 3 ക്യാരക്ടറിസ്റ്റിക് കർവാണ് ഉള്ളത്. അതാണ് ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചിട്ടില്ല. ആക്ച്വലി കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ കേട്ടോ. അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക് കർവ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നോർമലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാറില്ല, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു സ്കോപ്പ് കൂടെ ഇല്ല. എന്നാലും ഇവിടെ 1-2 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ടോപ്പിക് എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം, സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത് 3 ഉണ്ട്. ഏതൊക്കെയാ? പമ്പിന്റെ കേസിലായിട്ട് പറയുന്നത്. പമ്പിന്റെ കേസ്, ടർബൈന്റെ കേസിലും ക്യാരക്ടറിസ്റ്റിക് കർവ് ഉണ്ട്, പക്ഷെ നമുക്കത് സിലബസിലില്ല. സോ പമ്പിന്റെ കേസിൽ 3 തരം കർവാണ് ഉള്ളത്. ഓക്കെ, ഏതാണ്? മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്, കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ് അല്ലെങ്കിൽ മുഷേൽ കർവ് കേട്ടോ. മുഷൽ കർവ്, മുഷൽ എന്നല്ല, മുഷൽ. ഓക്കെ, മുഷൽ കർവ്, ആ പേര് നോട്ടേക്കാ, മുഷൽ കർവ്. അത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ചോദിച്ചിട്ട് ക്വസ്റ്റ്യനാണ് മുഷൽ കർവ്. മുഷൽ കർവ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് എന്നുള്ളത്, അതെന്താ? കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവാണ്. 3 തരം ക്യാരക്ടറിസ്റ്റിക് കർവ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്, കോൺസ്റ്റന്റ് എഫിഷ്യൻസി ക്യാരക്ടറിസ്റ്റിക് കർവ്, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് മുഷേൽ കർവ്. ഓക്കെ, മുഷൽ. ഇനി ഇത് 3 എന്താണെന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരുന്നോളാം, അത്രയാണോ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവാണ്. ഓക്കെ, സോ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ തൊട്ട് മുമ്പ് റിലേഷൻ പഠിച്ചു അല്ലേ? എന്താണ്? H/P
ഡി സ്ക്വയർ എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അത് പമ്പിന്റെ കേസിന് ശരി, ടർബൈന്റെ കേസിന് ശരി. അതുപോലെ തന്നെ ക്യൂ ബൈ ടി ക്യൂബ് എൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും അല്ലെ. അതുപോലെ പി ബൈ മോളെ രണ്ട് കൂട്ടുക, ഡി റേസ് 5 എൻ ക്യൂബ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് ഈ റിലേഷൻ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഹെഡ് എച്ച് ബൈ ഡി സ്ക്വയർ എൻ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് അല്ലെ. എച്ച് ബൈ ഡി സ്ക്വയർ എൻ സ്ക്വയർ ഇസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റന്റ് ഇൻറ്റു ഡി സ്ക്വയർ എൻ സ്ക്വയർ എന്ന് ചെയ്യാൻ പറ്റും അല്ലേ. ദാറ്റ് മീൻസ് എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ. ഹെഡ് എന്ന് പറയുന്നത് എന്തിനാണ് പ്രൊപ്പോർഷണൽ ആണ്? സ്പീഡിന്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചൊരു പ്രോബ്ലം ചോദിക്കും, നോട്ട് വെച്ചോളാം. ഹെഡ് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? അത് റൺ ചെയ്യുന്ന ആർ പി എമ്മിന്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് സിമിലർലി ഡിസ്ചാർജ് എന്തിനോട് പ്രൊപ്പോർഷണൽ ആകാൻ പറ്റും? ഡിസ്ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ അല്ലെ. ഡിസ്ചാർജ് ആർ പി എമ്മിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ പവർ എന്നുള്ള പ്രൊപ്പോർഷണൽ ആണ്. പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് അല്ലെ, എൻ ക്യൂബ്. ശരിയല്ലേ? സോ ഈ മൂന്ന് റിസൾട്ട് വെച്ച് വരച്ചിരിക്കുന്ന കർവ് ആണ് എന്ത്, ഈ പറയുന്ന മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്ലോട്ട് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് സ്പീഡ് എക്സ് ആക്സിലും സ്പീഡ് കേട്ടോ. ചോദിക്കാവുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവിലുള്ള ഈ എക്സ് ആക്സിലെയും വൈ ആക്സിലെയുള്ള വേരിയബിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. സ്പീഡ് എക്സ് ആക്സിലും ആയിരിക്കും, വൈ ആക്സിലെ പവർ, ഹെഡ്, ഡിസ്ചാർജ്. ഈ മൂന്ന് സാധനങ്ങളാണ് വൈ ആക്സിൽ വരുന്നത്. പവർ, ഹെഡ്, ഡിസ്ചാർജ്. ഓക്കെ. നമ്മളിവിടെ മൂന്ന് റിസെറ്റ് ചെയ്തില്ലേ. ഹെഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ. ഹെഡ് എന്താണ്? എൻ സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ആ കർവ് എന്ത് വരും? ഒരു പരാബോളിക് കർവ് വരും അല്ലെ. സ്ക്വയർ വന്നുകൊണ്ട് ഒരു പരാബോളിക് കർവ് വരും. സോ അതിന്റെ കർവ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരാബോള ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഒരു ഇത് സ്ലോപ്പ് പയ്യാണ്ട് ഇൻക്രീസ് ചെയ്യും അല്ലെ. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ ഒരു പരാബോളിക് ഇക്വേഷൻ വെച്ചു. സോ അതാണ് എന്ത്, ഹെഡും സ്പീഡും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ. അതുപോലെ തന്നെ എന്താ, ഡിസ്ചാർജ് പ്രൊപ്പോർഷണൽ ടു എൻ ആ, സ്പീഡിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതെന്താ, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണല്ലേ. ഇവിടെ പവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായിരിക്കും, ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതാണ് ഈ വരച്ചിരിക്കുന്നത്. ഡിസ്ചാർജും എന്നും തമ്മിലുള്ള റിലേഷൻ. ഡിസ്ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. ഉണ്ടോ? ഇനി പവർ എന്താണ്? അത് 3 ഡിഗ്രി പരാബോളിക് ആണ് അല്ലെ. അല്പം കൂടി പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് എന്ത് ചെയ്യും, സ്പീഡിനനുസരിച്ചിട്ട് അത് ഇൻക്രീസ് ചെയ്യും. ചെറിയൊരു ഇൻക്രീസിങ് സ്പീഡ് ഉണ്ടെങ്കിൽ ഒരുപാട് പവർ റൈസ് ചെയ്യും അല്ലെ, ഒരുപാട് പവർ വേണ്ടി വരും അല്ലെ. പമ്പായതുകൊണ്ട് അത് പവർ കൺസ്യൂം ചെയ്യുന്ന ഡിവൈസ് ആണ്. സോ ആ കർവാണ് ഞാൻ ചെയ്യണത്. 3 ഡിഗ്രി പരാബോളിക് ആയിട്ടുള്ള ഒരു കർവ്, കുറച്ചുകൂടി പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോകും. സോ പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ്. ഓക്കെ. സോ ഈ ഒരു കർവിനെയും 3 കർവിനെയും കൂടിയാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. മക്കൾ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മെയിൻ ആയിട്ട് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവാണ്. അപ്പൊ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവിൽ അതിന്റെ എക്സ് ആക്സിലും വൈ ആക്സിലും എന്തൊക്കെയാണ് ഉള്ളത്, അതുപോലെ തന്നെ അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെയാണ്. പവർ എന്തിനാണ്? എൻ ക്യൂബിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഇത് പമ്പിന് മാത്രമാണോ അതോ ടർബൈനും? ഇത് പമ്പിന് മാത്രമാണ്, പമ്പിന് മാത്രം. അല്ല, ഇക്വേഷൻ രണ്ടിനും ബാധകമാണ്. ഇക്വേഷൻ രണ്ടിന് ബാധകമാണ്. മറ്റേ പമ്പിന്റെ കേസ്, ടർബൈന്റെ കേസിൽ ഈ കർവ് വേറെ രീതിയിലാണ് വരുന്നത്. നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതാണ് അത് ഡിസ്കസ് ചെയ്യാത്തത് കേട്ടോ. ഇക്വേഷൻ രണ്ടിനും ബാധകമാണ്. കർവ് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ വരും, പക്ഷെ ചെറിയ വേരിയേഷൻ ഉണ്ട് അതിൽ. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇങ്ങനെയാണ് എന്ത് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സ് ആക്സിൽ ഡിസ്ചാർജ് വരുന്നത്, വൈ ആക്സിൽ വരുന്നത് എഫിഷ്യൻസി പവർ ഹെഡ്. അതായത് തൊട്ടപ്പുറം പവർ ഹെഡ് ഉണ്ടായിരുന്നു. ഇവിടെ എന്തുണ്ട്? ഇവിടെ
എഫിഷ്യൻസി വന്നിരിക്കുന്നത്. എഫിഷ്യൻസി. ഓക്കെ, ഡിസ്ചാർജ് എക്സ് ആക്സിലേക്ക് വന്നു, സ്പീഡ് പോയി. മനസ്സിലാവുണ്ടോ? അതായത് ഇവിടെ തൊട്ട് മുമ്പത്തെ ഗ്രാഫിൽ ഇവിടെ ഉണ്ടായിരുന്ന ഡിസ്ചാർജിനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ടു, സ്പീഡിന് എടുത്ത് കളഞ്ഞു. എഫിഷ്യൻസിയാണ് ഇവിടെ വരുന്നത്. ഇനി ഓരോ കർവിന്റെ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. അതാണ് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓരോ കർവിന്റെ വേരിയേഷൻ നോക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതിന് ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട, സിമ്പിൾ ആണ്. സപ്പോസ് ഡിസ്ചാർജ് 0 ആണെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ വളരെ കുറച്ച് വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്ചാർജ് ചെയ്യുന്നില്ല. നമ്മുടെ കിണറിലിരിക്കുന്ന ഒരു വെള്ളത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ തള്ളുവാണ്. അപ്പൊ നമുക്ക് ഓർത്തേക്ക് വളരെ കുറച്ച് വെള്ളം ഡിസ്ചാർജ് ചെയ്താൽ മതിയെങ്കിൽ നമുക്കത് ഒരുപാട് ഹൈറ്റിലേക്ക് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, അല്ലെ? ഒരുപാട് ഹെഡ് മാക്സിമത്തിലേക്ക് നമുക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ഒരുപാട് നമ്മുടെ കയ്യിൽ ഒരു പർട്ടിക്കുലർ പമ്പാണ്, സെൻട്രിഫ്യൂഗൽ പമ്പാണ് ഉള്ളതെന്ന് വിചാരിക്കാം. നമ്മൾ ഓർമ്മ വെച്ചേക്കാം. ആ പമ്പ് ഉപയോഗിച്ച് നല്ല ഡയമീറ്റർ ഉള്ള ഒരു സക്ഷൻ പൈപ്പ് പമ്പിലേക്ക് കണക്ട് ചെയ്തു. ഒരുപാട് വെള്ളം അങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാനുള്ള ലോഡ് കൊടുത്തു. അപ്പൊ എന്നെ സംഭവിക്കും, അപ്പൊ ഹെഡ് കുറയ്ക്കേണ്ടി വരും, അല്ലെ? കുറച്ച് ഹൈറ്റിലേക്കാണ് ആ വെള്ളത്തിനെ പുഷ് ചെയ്തിടാൻ പറ്റുള്ളൂ പമ്പിന്, അല്ലെ? അപ്പൊ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഡിസ്ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹെഡ്, Q is proportional to head, അല്ലെ? ഹെഡ് 0 ആകുമ്പോൾ ഡിസ്ചാർജ് 0 ആയിരിക്കും. ഓക്കെ, സോറി, അങ്ങനെയല്ല. ഡിസ്ചാർജ് 0 ആകുമ്പോൾ ഹെഡ് മാക്സിമം ആയിരിക്കും, അല്ലെ? ഡിസ്ചാർജ് പയ്യെ കൂടുമ്പോൾ ഹെഡ് കുറയും. പ്രൊപ്പോർഷണൽ ടു ആണോ? അല്ലല്ലോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണോ? സോറി, Q is ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹെഡ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് കൂടുന്തോറും ഹെഡ് കുറയും, അല്ലെ? ശരിയാണ്. സോ ഡിസ്ചാർജ് 0 ആകുമ്പോൾ ഹെഡ് മാക്സിമം ആയിരിക്കും. അതാണ് കാണിച്ചിരിക്കുന്നത്. ഡിസ്ചാർജ് 0 ആകുമ്പോൾ ഹെഡ് ഒരു മാക്സിമം, ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും ഹെഡിന്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കർവ് 0 എന്ന് വരാത്തത്, കേട്ടോ. ഇതൊക്കെയാണ് അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏതൊക്കെ കർവാണ് 0 എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് 0 എന്ന് ഒറിജിനേറ്റ് ചെയ്യാത്തത്, അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സോ ഹെഡിന്റെ കർവ് 0 എന്നല്ല ഒറിജിനേറ്റ് ചെയ്യുന്നത്, അതൊരു പർട്ടിക്കുലർ ഇനീഷ്യൽ വാല്യൂ ഉണ്ടാവും. ഡിസ്ചാർജ് 0 ആകുമ്പോൾ ഹെഡിന്റെ പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതോറും എന്താ, ഹെഡ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെ? ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹെഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ ആ കർവ് ഇങ്ങനെ താഴത്തേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഹെഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതാണ്. എന്താ, ഡിസ്ചാർജ് കൂടുമ്പോൾ ഹെഡ് കുറയും. അതാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇൻപുട്ട് പവർ എടുക്കാം നമുക്ക്. 0 എന്ന് വരാത്തവന്മാർ ആദ്യം കൺസിഡർ ചെയ്യാം. ഇൻപുട്ട് പവർ. സപ്പോസ് ഡിസ്ചാർജ് 0 എന്ന് വിചാരിക്കുക, വെള്ളം മുകളിലേക്ക് പൊക്കുന്നില്ല, ഒരു പമ്പ്, അതിന് ഡിസ്ചാർജ് 0 എന്ന് വിചാരിക്കാം. ഡിസ്ചാർജ് 0 ആണെങ്കിൽ ആ പമ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഇനീഷ്യൽ പവർ വേണ്ടി വരും. ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പമ്പിലേക്ക്, ആ കിണറ്റിന്റെ വക്കത്തിരിക്കുന്ന മോട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന കറണ്ട്, അതാണ് ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി, അതാണ് ഇൻപുട്ട് പവർ. അപ്പൊ ഡിസ്ചാർജ് 0 ആണ്. ഇപ്പൊ നമ്മുടെ പമ്പ് വെള്ളം എടുക്കുകയാണെന്ന് വിചാരിക്കാം. വെള്ളം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഒരുപാട് ഹൈറ്റിലാണ് നമ്മുടെ മോട്ടറിന്റെ ഡെലിവറി പൈപ്പിന്റെ മറ്റേ എൻഡ് ഇരിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ പമ്പിന് അത്രയും കപ്പാസിറ്റി ഇല്ല എങ്കിൽ പമ്പ് വലിക്കില്ല, അല്ലെ? പമ്പ് വെള്ളം വലിക്കില്ല എന്ന് ഓർത്തിട്ട് ആ പമ്പ് മറ്റേ എനർജി കൺസ്യൂം ചെയ്യാതിരിക്കോ? ഇല്ല, അത് എനർജി കൺസ്യൂം ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുണ്ടോ? ഡിസ്ചാർജ് 0 ആണെങ്കിലും ഒരു എനർജി ആ പമ്പിന് വേണ്ടി വരും, ഇൻപുട്ട് പവർ വേണ്ടി വരും അവിടെ. ഓക്കെ, ഡിസ്ചാർജ് 0 ആണെങ്കിലും പവർ വേണ്ടി, ഇനീഷ്യലി ഒരു പവർ വേണ്ടി വരും അതിന്. ഓക്കെ, ഈ ഡിസ്ചാർജ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പവർ കൂടും, ഇൻപുട്ട് പവർ, കറണ്ട് കൂടും, അല്ലെ? കൂടുതൽ വെള്ളത്തിന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ കൂടുതൽ പവർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്ത്, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏത്, നമ്മുടെ പവറും നമ്മുടെ ഡിസ്ചാർജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് എന്താണ്, കർവ് ഈ ഷേപ്പിൽ വരും. അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിന്റെ ഒറിജിൻ എവിടെയാണെന്നുള്ള ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവന്മാര് രണ്ടുപേരും എന്താണ്, 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഓർത്തിരുന്നോളാം, കേട്ടോ. ആരൊക്കെയാ, ഹെഡും ഇൻപുട്ട് പവറും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് എന്താ, രണ്ടുപേര് കഴിഞ്ഞു. നെക്സ്റ്റ് ഔട്ട്പുട്ട് പവർ ഉണ്ട്. പവർ നമുക്ക് ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഉണ്ടല്ലോ. ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇത് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസാണ് പറയുന്നത്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പൊ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പവർ. നമ്മളൊരു ഇമ്പലർ വെച്ചിട്ട് വെള്ളത്തിന് കറക്കി മുകളിലേക്ക് വെള്ളത്തിന് വിടുവാണ്, അല്ലെ?
അപ്പൊ ആ വെള്ളത്തിന് പവർ ഉണ്ടാവും. ഓക്കെ, ഔട്ട്പുട്ട് പവർ. അപ്പൊ അത് നമ്മൾ വാട്ടർ പവർ എന്ന് പറയും അല്ലെ. പമ്പിന്റെ കേസിൽ നമ്മൾ പറഞ്ഞില്ല, ഷാഫ്റ്റ് പവർ ആണ് ആദ്യം വരുന്നത്. ഷാഫ്റ്റ് പവർ, ഇമ്പല്ലർ പവർ, ദെൻ വാട്ടർ പവർ. ഷാഫ്റ്റ് എന്ത് ചെയ്യും? ഇമ്പല്ലറിന് പവർ കൊടുക്കും, ഇമ്പല്ലർ വാട്ടറിന് പവർ കൊടുക്കും. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് പവർ. സോ ഡിസ്ചാർജ് 0 ആണെങ്കിൽ ആലോചിച്ചോക്കെ, വെള്ളം ഒന്നും ഡിസ്ചാർജ് ചെയ്യുന്നില്ല എങ്കിൽ വാട്ടർ പവർ എത്രയാ? അത് 0 ആയിരിക്കില്ലേ? വെള്ളം ഒന്നും ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ പിന്നെ വാട്ടറിന് പവർ ഉണ്ടോ? പുറത്തേക്ക് വെള്ളം വന്നാലേ അതിന് പവർ ഉള്ളൂ. സോ ഡിസ്ചാർജ് 0 ആകുമ്പോൾ വാട്ടർ പവർ എന്താ? 0 ആണ്. ഔട്ട്പുട്ട് പവർ 0 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ദി കർവ് വിൽ സ്റ്റാർട്ട് ഫ്രം ദി 0 വാല്യൂ, അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം അതാണ്. ഓക്കെ, ഔട്ട്പുട്ട് പവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. പക്ഷെ ഇൻപുട്ട് പവർ എന്തായിരിക്കില്ല? 0 എന്നായിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിസ്ചാർജ് കൂടുന്തോറും ഔട്ട്പുട്ട് പവർ കൂടിക്കൊണ്ടിരിക്കും അല്ലേ? ശരിയല്ലേ? ഡിസ്ചാർജ് കൂടുന്തോറും ഔട്ട്പുട്ട് പവർ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് കൂടി 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 ഒരു പർട്ടിക്കുലർ വാല്യൂ മാക്സിമം ആവും. ഉണ്ടോ? ഔട്ട്പുട്ട് പവർ ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജിൽ മാക്സിമം ആവും. പിന്നെയും ഡിസ്ചാർജ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് പവർ കുറയാൻ തുടങ്ങും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഏത് കൂടിയിട്ടത് കുറയും. ഔട്ട്പുട്ട് പവറിന്റെ പ്രത്യേകത. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ഹെഡിന്റെ കാര്യം പറഞ്ഞു, ഔട്ട്പുട്ട് പവർ, ഇൻപുട്ട് പവർ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ഉള്ള എന്താ? എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ആണ്. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഓക്കെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ നമുക്ക് എഫിഷ്യൻസിയും ഇതുപോലെ അതെ എഫിഷ്യൻസി ഔട്ട്പുട്ട് 0 ആകുമ്പോൾ, ഔട്ട്പുട്ട് പവർ 0 ആകുമ്പോൾ എഫിഷ്യൻസി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇല്ലല്ലേ? നമുക്കറിയാം ഇനീഷ്യലി ഡിസ്ചാർജ് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് പവർ എന്താ? 0 ആണ്. ഡിസ്ചാർജ് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് പവർ 0 ആണ്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു. ഔട്ട്പുട്ട് പവർ 0 ആണെങ്കിൽ എഫിഷ്യൻസി എന്താ? എഫിഷ്യൻസി 0 ആയിരിക്കും. ശരിയല്ലേ? ഇതിന്റെ ന്യൂമറേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഈ വാല്യൂ 0 ആയി പോലെ. സോ ദാറ്റ് ഈസ് വൈ ദി എഫിഷ്യൻസി കർവ് വിൽ ഓൾസോ സ്റ്റാർട്ട് ഫ്രം ഒറിജിൻ. കേട്ടോ, അതും ഒറിജിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന. ഇത് ഔട്ട്പുട്ട് പവറിന്റെ ഏകദേശം അതേ ഷേപ്പ് ആയിരിക്കും. എഫിഷ്യൻസി ഇതുപോലെ തന്നെ മാക്സിമം ആവും. എപ്പോ? ഔട്ട്പുട്ട് പവർ മാക്സിമം ആകുമ്പോൾ എഫിഷ്യൻസി മാക്സിമം ആവും. ഓക്കെ, ദെൻ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും, കൂടിയിട്ട് കുറയും. അപ്പൊ ഔട്ട്പുട്ട് പവറും എഫിഷ്യൻസിയും ഒരേ ട്രെൻഡാണ് കാണിക്കുന്നത്. രണ്ട് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, കൂടിയിട്ട് കുറയും. ഓക്കെ, ഹെഡും ഇൻപുട്ട് പവറും എന്താണ്? വൈ ആക്സിസിൽ ഒരു ഇന്റർസെപ്റ്റ് മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് പഠിച്ചു വെക്കേണ്ടത്. കേട്ടോ, അപ്പൊ ഇത് കഴിഞ്ഞ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചത് ആക്ച്വലി ഫിഗർ തന്നിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ. കേരള PSC കാര്യം പറയുന്നത്. ഈ ഫിഗർ തന്നിട്ട് ഇതിൽ ഏതോ ഒരു കർവ്, ഏത് കർവാന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കർവാന്ന്, ഇത് ഇൻപുട്ട് പവറിന്റെ കർവ് എന്നിട്ട് ഇത് ഏത് കർവാണ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓപ്ഷനില് എഫിഷ്യൻസി, പവർ, ഹെഡ്, ഇൻപുട്ട് പവർ, ഔട്ട്പുട്ട് പവർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഡിസ്ചാർജ്, സ്പീഡ്. അപ്പൊ അതിന് നമ്മൾ ആ ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദി ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്. നമ്മൾ 2 ക്യാരക്ടറിസ്റ്റിക് കർവ് കഴിഞ്ഞു. ഒന്ന് എന്താണ്? മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്. 2 ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്. മൂന്നാമത് കർവാണ് കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്, അല്ലെങ്കിൽ എന്താണ്? മുഷേൽ കർവ്. മുഷേൽ കർവ്. മുഷേൽ കർവ് എന്താണ്? മുഷൽ എന്ന് പറഞ്ഞാൽ മുഷൽ. മുഷൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീഷൽ ഇല്ലേ? സീഷൽ, അതിന്റെ ഒരു ജർമ്മൻ വേർഡാണ്. എന്താ സീഷൽ എന്ന് പറയുന്നത്? സീഷലിന്റെ മലയാളം എന്താ? സീഷൽ. നമ്മുടെ കക്കയല്ലേ? കക്ക, ശംഖ്, ശംഖ് എന്നൊക്കെ പറയും. വലിയ സീഷലിലാണെന്ത്? ശംഖ്. ഓക്കെ, നമ്മൾ ഈ കടൽ തീരങ്ങളിലൊക്കെ കച്ചവടത്തിന് വേണ്ടി ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതിന്റെ ഏകദേശം ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് ഈ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്സിന് ഈ മുഷൽ കർവ് എന്ന് വിളിക്കുന്നത്. കേട്ടാ, അപ്പൊ അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മുഷൽ കർവ്. മുഷൽ കർവ് എന്ന് പറയുന്നത് ഏത് ക്യാരക്ടറിസ്റ്റിക് കർവിനാണ് മുഷൽ കർവ് എന്ന് വിളിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. സോ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്സിനാണ് മുഷൽ കർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ജസ്റ്റ് പറയാം. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നത് മാത്രം ഓർത്തിരുന്നാൽ മതി. സംഭവം കാണുമ്പോൾ എങ്ങനെയാ വരച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. അപ്പൊ നമ്മുടെ എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവ് നമ്മൾ തൊട്ട് മുമ്പ് വരച്ചല്ലോ. അതെന്താണ്? ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് ആണല്ലേ. എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവ്. നമുക്കറിയാം എന്താണ്? 0 എന്ന് തുടങ്ങിയിട്ട് മാക്സിമം ആവും, പിന്നെ എന്താണ്? അത് കുറയും.
ആ കർവ് നമ്മൾ വരയ്ക്കുകയാണ് ഒരു പർട്ടിക്കുലർ സ്പീഡിന് റെസ്പോണ്ടിങ് ആയിട്ട്. ഏത് N1 സ്പീഡിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിഷ്യൻസി ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 0 കൂട്ടാം, എക്സ്റ്റെൻഡ് നമുക്ക് ചെയ്യല്ല. N1 ഒരു പർട്ടിക്കുലർ സ്പീഡിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് അറിയാൻ വരച്ചു. അതിന് കൂട്ടിയിട്ട് കുറഞ്ഞു. സ്പീഡ് അല്പം കൂടി കൂട്ടിയപ്പോൾ ഉള്ള അടുത്ത എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവ് വരച്ചു. ഓക്കെ, ചൂട് സ്പീഡ് കൂട്ടി N3 ആക്കി, അടുത്ത എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവ് വരച്ചു. സ്പീഡ് അല്പം കൂടി കൂട്ടി N4 ആക്കി, അടുത്ത എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവ് എന്ന് വരച്ചു. ഓക്കെ, അപ്പൊ ഓരോ സ്പീഡിലുള്ള എന്താണ് എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവ് കിട്ടി. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ അതിലിപ്പോ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്താൽ, ഇപ്പൊ ഈ പോയിന്റ് എടുത്താൽ ഇവിടുത്തെ എന്താണ് ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ആ പോയിന്റ് എന്താ N1 സ്പീഡിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റാണ്. ഇപ്പൊ N1 സ്പീഡ് എന്ന് പറയുന്ന സ്പീഡ് സപ്പോസ് 100 RPM എന്ന് വിചാരിക്കാം. അപ്പൊ 100 RPM റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പമ്പ് എടുത്തു. 100 RPM റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പമ്പ്. അപ്പൊ ആ പമ്പിനുള്ള ഡിസ്ചാർജിന്റെ വാല്യൂ ഇത്രയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിഷ്യൻസിയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലാവുണ്ടോ? എഫിഷ്യൻസി നമുക്ക് ഈ കർവിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ കർവിന്റെ പ്രത്യേകത. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് കോൺസ്റ്റന്റ് എഫിഷ്യൻസി ലൈൻ വരയ്ക്കാൻ പോവാണ്. എന്താ കോൺസ്റ്റന്റ് എഫിഷ്യൻസി ലൈൻ എന്ന് പറയുന്നത്? ഇവിടുന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്തായി? അത് കോൺസ്റ്റന്റ് എഫിഷ്യൻസി ലൈനായി അല്ലെ? ഹൊറിസോണ്ടലി ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഇത് കോൺസ്റ്റന്റ് എഫിഷ്യൻസി ലൈനാണ് അല്ലെ? കാരണം ആ ലൈനിലൊക്കെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ കോൺസ്റ്റന്റ് എഫിഷ്യൻസി ലൈൻ വരച്ചു. എവിടെ? എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവില്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി കേട്ടോ, ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടുന്ന് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് വേഴ്സസ് ഡിസ്ചാർജ് കർവ് എടുത്തു. ഹെഡ് വേഴ്സസ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണല്ലേ, ഇനീഷ്യൽ ഡിസ്ചാർജ് 0 ആകുമ്പോൾ ഹെഡ് മാക്സിമം ആയിരിക്കും, പിന്നെ എന്താണ് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളൊരു ഹെഡ് ഒരു പർട്ടിക്കുലർ പമ്പിന്റെ ഹെഡ് ആദ്യം തന്നെ എന്ത് ചെയ്തു? ആ പമ്പിന്റെ എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവ് വരച്ചു. ശേഷം നമ്മൾ എന്ത് ചെയ്തു? സെയിം സ്കെയിലിൽ തന്നെ ഇതേ സ്കെയിലിൽ തന്നെ ഒരു ഗ്രാഫ് പേപ്പർ ആണ് അതിന്റെ സെയിം പൊസിഷനിൽ എടുത്തിട്ട് നമ്മൾ ഡിസ്ചാർജ് വേഴ്സസ് ഹെഡിന്റെ ഇതും കൂടി വരച്ചു. ഡിസ്ചാർജ് വേഴ്സസ് ഹെഡിന്റെ കർവ് കൊണ്ട് വരച്ചു. ഓക്കെ, ഫോർ ഡിഫറെന്റ് സ്പീഡ് N1, N2, N3, N4 പല സ്പീഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ചാർജ് വേഴ്സസ് ഹെഡിന്റെ ഇതും കൂടി വരച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഓരോ പർട്ടിക്കുലർ എഫിഷ്യൻസി വാല്യൂസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്, അപ്പോ നമ്മൾ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എഫിഷ്യൻസി വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസ്ചാർജ് വാല്യൂസ് നമ്മളിപ്പോ നോക്കി ഇവിടെ ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജ് റെസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിഷ്യൻസി നമുക്കറിയാലോ. അപ്പൊ ഈ ഡിസ്ചാർജ് വാല്യൂസ് ഞാൻ ഇവിടെ ഈ ഹെഡിന്റെ ഈ കർവിൽ പ്ലോട്ട് ചെയ്യാം. അതായത് ഈ ഡിസ്ചാർജ് ഈ പോയിന്റിന് റെസ്പോണ്ടിങ് ഡിസ്ചാർജ് അത് ഞാൻ നേരെ എന്ത് ചെയ്യാണ്? ഹെഡിന്റെ കർവിലേക്ക് പ്ലോട്ട് ചെയ്യാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് N1 സ്പീഡിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് അല്ലേ? അപ്പൊ N1 സ്പീഡിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഡിസ്ചാർജിന്റെ പോയിന്റ് നേരെ ഇതല്ല N1 ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അതുപോലെ N2 സ്പീഡിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പർട്ടിക്കുലർ ഡിസ്ചാർജ് അല്ലെ എന്ന് പറയുന്നത് N2 സ്പീഡ് N2 ആണ്, ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q2 എന്ന് വിചാരിക്കാം ഈ വാല്യൂ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്തു? ഞാൻ ആ കർവിന് മാർക്ക് ചെയ്തു N2 Q2 N2 Q2. അതാണ് N2 Q2 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, സിമിലർലി N3 ഇവിടുത്തെ N3 സ്പീഡിലെ ആ ഡിസ്ചാർജിന്റെ വാല്യൂ ഇവിടെ നോട്ട് ചെയ്തു. അതുപോലെ തന്നെ എല്ലാ വാല്യൂസും നോട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി വെപ്പിച്ചിട്ട് ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ കർവിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ് എന്ന് പറയുന്നത്. അതിന്റെ ഷേപ്പ് ഒക്കെ ഒരു സീഷെല്ലിന്റെ ഷേപ്പ് അല്ലേ? അതായത് ഒരു എന്താണ് ഇത് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് എഫിഷ്യൻസി, അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂ. ഇപ്പൊ ഈ എഫിഷ്യൻസി എത്രയാണോ 0.75 ആണ് ഈ എഫിഷ്യൻസി എങ്കിൽ
0.75 എഫിഷ്യൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.4 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0.4 അല്ലെങ്കിൽ 40% കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിഷ്യൻസി കർവാണിത്. മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 50% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ ഒരു 50% കറസ്പോണ്ടിങ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതിന് 60% വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കാം, 80% കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് എഫിഷ്യൻസി ലൈൻസ് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ കർവ്സ് വരയ്ക്കാൻ പറ്റും. സോ ദിസ് റിസംബിൾസ് ലൈക്ക് എ ഷെൽ, അല്ലെ, സീ ഷെല്ലിനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ മുഷൽ കർവ് എന്നും കൂടി വിളിക്കും. ഇവിടുന്ന് വേറെ ക്വസ്റ്റ്യൻസും ചോദിക്കത്തില്ല, നിങ്ങൾ ജസ്റ്റ് ഈ കർവിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്. ഓക്കെ, അവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത. ഓക്കെ, സാധ്യത നമ്മൾ മൊത്തത്തിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ക്യാരക്ടറിസ്റ്റിക് കർവ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വന്നു എന്നുള്ളത് മാത്രം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.